ഓക്കെ. അതായത് ഇന്നെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോർമേഷൻ ഓഫ് സിലിക്കൺ ഡയോക്സൈഡ്. ഫോർമേഷൻ ഓഫ് സിലിക്കൺ ഡയോക്സൈഡ്. അപ്പോൾ സിലിക്കൺ ഡയോക്സൈഡ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? സിലിക്കൺ ഡയോക്സൈഡ് എന്ന് വെച്ചാൽ നമുക്ക് നാനോ സ്കെയിലാണ് വേണ്ടതെന്ന് വെച്ചോ. സോ നാനോ സ്കെയിലിൽ സിലിക്കൺ ഡയോക്സൈഡ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഡ്രൈ ഓക്സിഡേഷൻ മെത്തേഡ്. അപ്പോൾ സിലിക്കൺ ഓക്സൈഡ് ആണ് സിലിക്കൺ ഡയോക്സൈഡ്. സോ എന്താ, നമ്മൾ എപ്പോഴും ഓക്സിഡേഷൻ മെത്തേഡ് ആയിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടാവുക. ആ ഓക്സിഡേഷൻ മെത്തേഡിൽ തന്നെ 2 എണ്ണം ഉണ്ട്, ഡ്രൈ ആൻഡ് വെറ്റ് ഓക്സിഡേഷൻ മെത്തേഡ്സ്. സോ ഫോർമേഷൻ ഓഫ് സിലിക്കൺ ഡയോക്സൈഡ് ആണ് പറയുന്നത്. ഫോർമേഷൻ ഓഫ് സിലിക്കൺ ഡയോക്സൈഡിൽ ഓക്സൈഡ് ആണ്. സോ നമ്മൾ എന്താ ഓക്സിഡേഷൻ പ്രോസസ്സിലൂടെ ആക്കുന്നത്. അപ്പോൾ എന്താ ഡ്രൈ ആൻഡ് വെറ്റ് ഓക്സിഡേഷൻ മെത്തേഡ്സ് 2 മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഡ്രൈ ഓക്സിഡേഷൻ മെത്തേഡ് എന്ന് വെച്ചാൽ സിലിക്കൺ സോളിഡ് പ്ലസ് ഓക്സിജൻ gas gives silicon dioxide solid. അതാണ് ഡ്രൈ ഓക്സിഡേഷൻ. ഡ്രൈ ഓക്സിഡേഷൻ അപ്പൊ എന്താ, ഗ്യാഷ്യസ് ഫോമിലുള്ള ഓക്സിജനെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ എന്താ ഡ്രൈ ഓക്സിഡേഷൻ മെത്തേഡ് കിട്ടി. ഇനി എന്താ വെറ്റ് ഓക്സിഡേഷൻ ഓർ സിലിക്കൺ സോളിഡ് plus 2H2O gives silicon dioxide solid plus 2H2 gas. ഇതാണ് വെറ്റ് ഓക്സിഡേഷൻ. അതായത് വാട്ടർ ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പോ വാട്ടർ ഇവിടെ വെച്ചാൽ വാട്ടർ വേപ്പറിന്റെ ഫോമാറ്റിലാണ്. സോ ഇതിൽ വാട്ടറും ഗ്യാഷ്യസ് ഫോമിലാണ് എടുക്കുന്നത്. പക്ഷെ വാട്ടർ ഇൻ ദ സെൻസ് നമ്മൾ എടുക്കുന്നത് കൊണ്ടാണ് അതിനെ വെറ്റ് ഓക്സിഡേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഡ്രൈ ഓക്സിഡേഷൻ മെത്തേഡ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് പ്യുവർ ഓക്സിജൻ ഗ്യാസ് ഈസ് പാസ്ഡ് ഓവർ ദ വേഫർ ഫോർ സിലിക്കൺ ഡയോക്സൈഡ് ഫോർമേഷൻ. സോ ആരാ വേഫർ? സിലിക്കൺ ആണ് വേഫർ. സോ സിലിക്കൺ വേഫറിന്റെ മുകളിൽ ഓക്സിജൻ ഗ്യാസ് പാസ് ചെയ്താൽ നമുക്ക് സിലിക്കൺ ഡയോക്സൈഡ് കിട്ടുന്ന പ്രോസസ്സാണ് ഡ്രൈ ഓക്സിഡേഷൻ മെത്തേഡ്. ഇനി വെറ്റ് ഓക്സിഡേഷനോ, വെറ്റ് ഓക്സിഡേഷൻ മെത്തേഡ് ഈസ് എ പ്രോസസ് വെർ ഓക്സിജൻ ഫോർ ഓക്സിഡേഷൻ ഈസ് ലിബറേറ്റഡ് ബൈ പാസിംഗ് നൈട്രജൻ ത്രൂ വാട്ടർ. സോ ഇതാണ് വാട്ടറിൽ നൈട്രജൻ അപ്ലൈ ചെയ്തിട്ട് ഓക്സിജനെ ലിബറേറ്റ് ചെയ്തിട്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഈ വെറ്റ് ഓക്സിഡേഷനിൽ നമുക്ക് ഓക്സിഡേഷൻ പ്രോസസ് ഹാപ്പൺ ആകുന്നത്. വെറ്റ് ഓക്സിഡേഷൻ ഈസ് എ പ്രോസസ് വെർ ഓക്സിജൻ ഫോർ ഓക്സിഡേഷൻ ഈസ് ലിബറേറ്റഡ് ബൈ പാസിംഗ് നൈട്രജൻ ത്രൂ വാട്ടർ. ഈ വാട്ടറിൽ നൈട്രജൻ ഗ്യാസ് പാസ് ചെയ്തിട്ട് നൈട്രജൻ ഗ്യാസ് ഓക്സിജനെ ലിബറേറ്റ് ചെയ്യും. അങ്ങനെ നടക്കുന്ന പ്രോസസ്സാണ് SiO2 ഫോർമേഷൻ ആണ് വെറ്റ് ഓക്സിഡേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഡ്രൈ ഓക്സിഡേഷൻ മെത്തേഡ് വെച്ചാൽ എന്താ, സിലിക്കൺ വേഫറിന് മുകളിൽ ഓക്സിജൻ ഗ്യാസ് വഴി ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് ഡ്രൈ ഓക്സിഡേഷൻ. വെറ്റ് ഓക്സിഡേഷൻ എന്ന് വെച്ചാൽ വാട്ടർ H2O മീൻസ് വാട്ടറിലേക്ക് നൈട്രജൻ ഗ്യാസ് കൊടുത്തിട്ട് ഓക്സിജനെ ലിബറേറ്റ് ചെയ്തിട്ട് ആ ഓക്സിജനും സിലിക്കൺ വേഫറും തമ്മിൽ റിയാക്ട് ചെയ്തിട്ടുണ്ടാകുന്ന പ്രോസസ്സാണ് വെറ്റ് ഓക്സിഡേഷൻ മെത്തേഡ് എന്ന് വെച്ചാൽ. സോ എന്തും കൂടി പറയൂ ഇതിനാ. ഞാൻ പറഞ്ഞു വാട്ടർ ഗ്യാഷ്യസ് ഫോമിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്.
So ഇതിനെ wet oxidation method ina steam oxidation method എന്ന് കൂടി പറയും. Steam oxidation method. Steam oxidation method. So wet oxidation method ആണ് faster method എന്ന് വെച്ചാൽ. Wet oxidation method is a faster process as എന്തുകൊണ്ടാ കാരണം എന്താ? നമ്മൾ OH മൈനസ് അയോൺസ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇതെന്താ H2O സ്പ്ലിറ്റ് ആയാൽ എന്താ സംഭവിക്കുക? H പ്ലസും OH മൈനസ് അയോൺസും അല്ലേ കിട്ടുക? അപ്പോൾ നമ്മൾ ലിബറേറ്റ് മീൻസ് നൈട്രജൻ യൂസ് ചെയ്തിട്ട് വാട്ടറിൽ നിന്ന് ഓക്സിജനെ ലിബറേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഹൈഡ്രോക്സിൽ അയോൺസിന്റെ ഫോമാറ്റിലാണ് ലിബറേറ്റ് ചെയ്യുന്നത്. സോ hydroxyl ions diffuses faster in oxide layer than dry oxygen. അതായത് ഈ സിലിക്കൺ വേഫറിൽ ഹൈഡ്രോക്സിൽ അയോൺസ് ആണ് എന്ത് സംഭവിക്കുക? ഡിഫ്യൂസ് ഫാസ്റ്റർ ഇൻ ഓക്സൈഡ് ലെയർ. ഓക്സൈഡ് ലെയർ ആയിട്ട് ഫാസ്റ്റർ ഡിഫ്യൂഷൻ സംഭവിക്കുന്നത് ഹൈഡ്രോക്സിൽ അയോൺസിനാണ് rather than ഓക്സിജൻ ഗ്യാസ് ഡയറക്ട്ലി. ഹൈഡ്രോക്സിൽ അയോൺസ് ഓക്സിജൻ ഗ്യാസും പ്രിഫർ ചെയ്യുമ്പോൾ ഹൈഡ്രോക്സിൽ അയോൺസ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. വിച്ച് മീൻസ് വെറ്റ് ഓക്സിഡേഷൻ മെത്തേഡ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ബിക്കോസ് വെറ്റ് ഓക്സിഡേഷൻ മെത്തേഡ് വെച്ചാൽ കുറച്ചും കൂടി ഫാസ്റ്റർ പ്രോസസ് ആണ്. കാരണം ഹൈഡ്രോക്സിൽ അയോൺസ് എന്ന് വെച്ചാൽ എളുപ്പത്തിൽ ഓക്സിഡേഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ആവും. ബിക്കോസ് ഈ OH മൈനസ് അയോൺസ് ആയിട്ടാണ് അത് ഇൻവോൾവ് ആവുന്നത്. Because as hydroxyl ions diffuses faster in oxide layer than dry oxygen. അതായത് ഹൈഡ്രോക്സിൽ അയോൺസ് എന്ന് വെച്ചാൽ ഓക്സിജൻ ഗ്യാസിനേക്കാളും ഫാസ്റ്റർ ആയിട്ട് ഡിഫ്യൂഷൻ സംഭവിക്കും. ഫാസ്റ്റർ diffusion happens in the case of hydroxyl ions. അതുകൊണ്ടാണ് ഹൈഡ്രോക്സിൽ അയോൺസിനെ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഇനിയെന്ന് വെച്ചാൽ ഫാബ്രിക്കേഷൻ ഓഫ് നാനോ പാർട്ടിക്കിൾസ്. ഫാബ്രിക്കേഷൻ ഓഫ് നാനോ പാർട്ടിക്കിൾസ്. നാനോ പാർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ എന്താ? നാനോ പാർട്ടിക്കിൾസ്. നാനോ പാർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ ആക്ച്വലി a nanoparticle is defined as a ball or a ball-like molecule. അതൊരു മോളിക്യൂൾ ആണ്. നാനോ ഇൻ ദ സെൻസ് നമ്മൾ പറഞ്ഞു ഒരു നാനോ എന്താ പറയാ ക്വാണ്ടം ഡോട്ട്സ് ആയിരുന്നു. ക്വാണ്ടം ഡോട്ട്സ് തന്നെയാണ് നാനോ പാർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ. ക്വാണ്ടം ഡോട്ട്സ് അതെന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾസ് എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഒരു മോളിക്യൂളിൽ തന്നെ കുറെ ആറ്റംസ് ഉണ്ടാവുന്ന പോലെ a group of atoms ആണ് ക്വാണ്ടം ഡോട്ട്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ, a ball like molecule ആണ്. A nanoparticle is defined as a ball or a ball like molecule which consists of a few 10 to some 10,000 atoms. അതായത് 10 atoms മുതൽ 10,000 atoms വരെ കൺസിസ്റ്റ് ചെയ്യുന്ന ഒരു ബോൾ ലൈക്ക് മോളിക്യൂൾ ആണ് നാനോ പാർട്ടിക്കിൾ. നാനോ പാർട്ടിക്കിളിന്റെ ഒരു എക്സാമ്പിൾ ആണ്, അല്ലെ നാനോ പാർട്ടിക്കിൾ തന്നെയാണ് ക്വാണ്ടം ഡോട്ട് നമുക്ക് പറയാൻ പറ്റും. ബിക്കോസ് ക്വാണ്ടം ഡോട്ട്സ് ഇതേപോലെ ആറ്റംസിന്റെ ഒരു ഗ്രൂപ്പാണ്. മീൻസ് ഇൻ ദ സെൻസ് ഡോട്ട്സ് വെച്ചാല് ഞാൻ അന്ന് പറഞ്ഞു ഡയമെൻഷൻ ലെസ് ആണ്. പക്ഷെ എന്താ, അത് കുറച്ച് ആറ്റംസിന്റെ ഒരു ഗ്രൂപ്പ് തന്നെയാണ്. നമ്മൾ പറയും ഡോട്ട്സ് എന്ന് വെച്ചാൽ സിംഗിൾ ആറ്റം പോലെ തോന്നും, പക്ഷെ എന്താ ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റംസിന്റെ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് തന്നെയാണ് ഡോട്ട്സ് എന്ന് വെച്ചാൽ. സോ എ നാനോ പാർട്ടിക്കിൾ ഈസ് ഡിഫൈൻഡ് ആസ് എ ball or ball-like molecule which consists of a few 10 to some 10,000 atoms interconnected by interatomic forces. അപ്പം ഈ ആറ്റംസ് തമ്മിൽ ഇന്റർഅറ്റോമിക് ഫോഴ്സസ് വഴി ഇന്റർകണക്റ്റഡ് ആയിരിക്കും. ഇനി the deposited nanoparticle layers differ from uniform layers particularly due to boundaries. അപ്പം
ഓരോ മീൻസ് ഈ ഗ്രെയിൻ ബൗണ്ടറീസ് ഡിഫൈൻഡ് ആക്കുന്നുണ്ട് നമ്മൾ. അതായത് ഓരോ ആറ്റത്തിനും ഡെഫിനറ്റ് ആയിട്ടുള്ള ഗ്രെയിൻ ബൗണ്ടറി ഉണ്ട്. അതുകൊണ്ട് ഓരോ ലെയർ ഫോം ചെയ്യുന്ന സമയത്തും ഡിഫറെന്റ് ഗ്രെയിൻ ബൗണ്ടറീസ് ആയിരിക്കും ഉണ്ടാകുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ നാനോ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന നാനോ പാർട്ടിക്കിൾ എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? ലെയർ ഡിഫർ ഫ്രം യൂണിഫോം ലെയേഴ്സ്. യൂണിഫോം ലെയേഴ്സിൽ നിന്ന് ഡിഫർ ചെയ്യും. നാനോ പാർട്ടിക്കിൾസിന്റെ ലെയേഴ്സ് എന്ന് വെച്ചാൽ യൂണിഫോം ആയിരിക്കൂല. ഒരു വ്യത്യാസം വരുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ ഇൻഡിവിജ്വൽ ഗ്രെയിൻസിൽ അതിന്റെ ബൗണ്ടറീസ് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കും? നോൺ യൂണിഫോം ആയിട്ടുള്ള ലെയേഴ്സ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. സോ the deposited nanoparticle layers differ from uniform layers, particularly due to the presence of grain boundaries. ഈ ഓരോ ആറ്റംസിന്റെയും ബൗണ്ടറീസ് അല്ലെ ഗ്രെയിൻ ബൗണ്ടറീസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ ഡിഫറെന്റ് ലെയേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവും. യൂണിഫോം അല്ലാത്ത ലെയേഴ്സ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഇൻ ദ കേസ് ഓഫ് നാനോ പാർട്ടിക്കിൾസ്, സോ ഫോർമേഷൻ ഓഫ് നാനോ പാർട്ടിക്കിൾസിലാണ് ഈ പ്രശ്നം വരുന്നത്. അതായത് നോൺ യൂണിഫോം എല്ലാം മറ്റേ ഫിസിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ, കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ, അതിലെല്ലാം യൂണിഫോം ലെയേഴ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഇവിടെ എന്ത് വരും? നാനോ പാർട്ടിക്കിൾസിന്റെ പ്രോസസ്സിലെല്ലാം തന്നെ നമുക്ക് ഒരു നോൺ യൂണിഫോം ആയിട്ടുള്ള ലെയേഴ്സ് ആയിരിക്കും കിട്ടുന്നുണ്ടാവും. ബിക്കോസ് എന്താ? ഇവിടെ നാനോ പാർട്ടിക്കിൾസ് എന്താ? ക്വാണ്ടം ഡോട്ട്സ് ആണ്. അപ്പൊ എന്താ? അതിൽ ഓരോ ആറ്റംസ് ആയിട്ടാണ്, ഇൻഡിവിജ്വൽ ആറ്റംസ് ആയിട്ടാണ് ഉണ്ടാവുക. സോ ഓരോ ആറ്റംസിന്റെയും ഗ്രെയിൻ ബൗണ്ടറീസ് ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ ലെയർ വരുമ്പോൾ അത് യൂണിഫോം ആയിട്ട് ലെയർ എടുക്കാൻ പറ്റൂല. നോൺ യൂണിഫോം ലെയേഴ്സ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, ഇനിന്ന് വെച്ചാല് അപ്പൊ ഈ നോൺ യൂണിഫോം ലെയേഴ്സ് വരുമ്പോൾ എന്ത് സംഭവിക്കും? നോൺ യൂണിഫോം ലെയേഴ്സ് വരുമ്പോൾ എന്ത് സംഭവിക്കും? അതിന്റെ ഇലക്ട്രിക്കൽ ആൻഡ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസും ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസും വേരി ചെയ്യും. അതായത് മീൻസ് നമുക്കൊരു യൂണിഫോം ആയിട്ടുള്ള ലെയർ കിട്ടുമ്പോഴേ സിമിലർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതായത് എല്ലാ ഇടത്തും നമുക്കിപ്പം ഒരു മാറ്റർ ഉണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും ഒരേപോലത്തെ ആറ്റംസ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. പക്ഷെ എന്താ, ഇവിടെ ഓരോ ലെയേഴ്സും ഡിഫറെന്റ് ഗ്രെയിൻ സൈസ് വഴി ഉള്ളതുകൊണ്ട് തന്നെ എന്താ, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസും ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസും ഓരോ ലെയറിനും ഡിഫറെന്റ് ആയിരിക്കും. ഡിഫറെന്റ് ഫോർ ഡിഫറെന്റ് ലെയേഴ്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തില്ല, ഒരു സിമിലർ ആയിട്ടുള്ള ഇലക്ട്രിക്കലോ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസോ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് എന്താ, ഗ്രെയിൻ ബൗണ്ടറീസ് ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ലെയേഴ്സ് ഫോർമേഷനും ഡിഫറെന്റ് ആണ്. യൂണിഫോം ലെയേഴ്സ് കിട്ടുന്നില്ല. അതുകൊണ്ട് യൂണിഫോം ആയിട്ടുള്ള ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസും ഇല്ല. സോ ഡിഫറെന്റ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ആൻഡ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ആണ് വരുന്നത്. So the synthesized particles should be nanometric scale. They should have narrow size distribution and should be pure and homogeneous. So എന്തെല്ലാം വേണം? നാനോ പാർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ എപ്പോഴും നാനോമെട്രിക് സ്കെയിലായിരിക്കും. അതുപോലെ നാരോ സൈസ് ആയിരിക്കും, സൈസ് ഡിസ്ട്രിബ്യൂഷനിലായിരിക്കും. അതുപോലെ എന്താ, നമുക്ക് കിട്ടുന്ന ഈ നാനോ പാർട്ടിക്കിൾ സിന്തസൈസ് വഴി കിട്ടുന്ന പാർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ എപ്പോഴും should be pure and homogeneous. Homogeneous in the sense നമുക്ക് ഒരേപോലത്തെ ഒരു ലെയറിൽ എന്ന് വെച്ചാൽ ഒരേപോലത്തെ ഡിഫറെന്റ് ലെയേഴ്സിന് പാർട്ടിക്കിൾസിന്റെ വേരിയേഷൻ വരും. അത് നേരത്തെ പറഞ്ഞ കാര്യം. പക്ഷെ ഹോമോജീനിയസ് ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് വെച്ചാൽ ഒരു ലെയർ നോക്കുന്ന സമയത്ത് അതിന് ഹോമോജീനിയസ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ഡിഫറെന്റ് ലെയേഴ്സിന് ഡിഫറെന്റ് ഡിസ്ട്രിബ്യൂഷൻസ് വരുന്നത് നോക്കണ്ട. സോ അതാണ് പറയുന്നത്. സോ നാനോ പാർട്ടിക്കിൾ ഡിസ്ട്രിബ്യൂഷൻ. സോ ഇനിയാണ് ഗ്രൈൻഡിങ് വിത്ത് അയോൺ ബോൾസ് വരുന്നത്. ഗ്രൈൻഡിങ്
വിത്ത് അയൺ ബോൾസ്. ഇതിന് വേറെ പേരും കൂടിയുണ്ട്, ബോൾ മില്ലിംഗ് കൂടി പറയും. ബോൾ മില്ലിംഗ്, അതായത് ഗ്രൈൻഡിങ് വിത്ത് അയൺ ബോൾസ്, ബോൾ മില്ലിംഗ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ നാനോ പാർട്ടിക്കിൾ സിന്തസിസ്, ഇപ്പം വരുന്ന നാനോ പാർട്ടിക്കിൾസിനെ ഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു മെത്തേഡാണ് ഗ്രൈൻഡിങ് വിത്ത് അയോൺ ബോൾസ്. അപ്പൊ ഇത്രയും നേരം പറഞ്ഞത് ഫാബ്രിക്കേഷൻ ഓഫ് നാനോ പാർട്ടിക്കിൾസ് ആണ്. ഇപ്പൊ നാനോ പാർട്ടിക്കിൾസ് എന്താന്ന് പറഞ്ഞു? നാനോ പാർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ നാനോ സൈസിലുള്ള മെറ്റീരിയൽസിനാണ് നാനോ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ക്വാണ്ടം ഡോട്ട്സ് ആണ് എക്സാമ്പിള്. സോ ക്വാണ്ടം ഡോട്ട്സിന് എങ്ങനെയൊക്കെ നമുക്ക് സിന്തസൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന പറയുന്നത്, അല്ലെ, ഫാബ്രിക്കേഷൻ ഓഫ് നാനോ പാർട്ടിക്കിൾസ്. ഫസ്റ്റ് വൺ നടന്നത് ഗ്രൈൻഡിങ് വിത്ത് അയൺ ബോൾസ് അല്ലെങ്കിൽ ബോൾ മില്ലിംഗ് പ്രോസസ്സ്. സോ ഗ്രൈൻഡിങ് വിത്ത് അയൺ ബോൾസ് എന്താ അറിയുന്നത്? ഈസ് ഇൻവോൾവ് ഇൻ ദ സിന്തസിസ് ഓഫ് നാനോ പാർട്ടിക്കിൾസ് ഈസ് എ മെക്കാനിക്കൽ ക്രഷിംഗ് പ്രോസസ്. അതായത് അതൊരു ക്രഷിംഗ് പ്രോസസ് ആണ്. അതായത് ഒരു എന്താ പറയാ, മില്ലിംഗ് ബോൾസ് വെച്ചിട്ട് ഒരു റൊട്ടേറ്റീവ് ഷാഫ്റ്റ് ഉണ്ടാകും. സോ ഇതാണ് ഗ്യാസ് ഔട്ട്ലെറ്റ്, ഇത് ഗ്യാസ് ഇൻലെറ്റ്, ഇതാണ് മില്ലിംഗ് ബോൾസ്. കുറെ മില്ലിംഗ് ബോൾസ് ആയിട്ട് ഇതിനകത്ത് ക്രഷ് ചെയ്യാൻ പാകത്തിന് ഉണ്ടാകും. മില്ലിംഗ് ബോൾസ്. സോ ഇതാണ് വെസൽ. സോ ഇങ്ങനെയാണ് ഇതിന്റെ ഡയഗ്രാം വരുന്നത്. സോ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാല്, is a process involved in the synthesis of nanoparticles. This is a mechanical crushing process. നമ്മൾ ഈ ഒരു സംഭവം വെച്ചിട്ട്, ഈ നടുക്കത്തെ ഈ ഒരു ആക്സസ് വെച്ചിട്ട് മെക്കാനിക്കൽ ആയിട്ട് ക്രഷ് ചെയ്യുന്നത്. സോ ദ മെഷീൻ കൺസിസ്റ്റ് ഓഫ് സ്പെഷ്യൽ സ്റ്റീൽ ബോൾസ്. സ്റ്റീൽ ബോൾസ്, ഈ ഒരു മില്ലിംഗ് ബോൾസ് എന്ന് വെച്ചാൽ എന്താ? സ്റ്റീൽ ബോൾസ് ആണ്. മില്ലിംഗ് ബോൾസ് എന്ന് വെച്ചാൽ സ്റ്റീൽ ബോൾസ് ആണ്. സ്പെഷ്യൽ സ്റ്റീൽ ബോൾസ്, ഫ്യൂ മില്ലിമീറ്റേഴ്സ് ഇൻ ഡയമീറ്റർ. വളരെ ഫ്യൂ മില്ലിമീറ്റേഴ്സ് ആണ് അതിന്റെ ഡയമീറ്റർ വരുന്നത്. പിന്നെ വാട്ടർ കൂൾഡ് സ്റ്റീൽ വെസൽ. സോ ഈ വെസൽ എന്ന് വെച്ചാൽ വാട്ടർ കൂൾഡ് ആണ്. വാട്ടർ കൂൾഡ് സ്റ്റീൽ വെസൽ ആണ് ഈ ഒരു വെസൽ. സോ ഈ ഒരു വെസലിൽ എന്തുണ്ട്? കുറെ മില്ലിംഗ് ബോൾസ് ഉണ്ട്. ആ മില്ലിംഗ് ബോൾസ് എന്താ? സ്റ്റീലിനെ കൊണ്ടുണ്ടാക്കിയ മില്ലിംഗ് ബോൾസ്. മീൻസ് കൺസിസ്റ്റ് ഓഫ് സ്പെഷ്യൽ സ്റ്റീൽ ബോൾസ്, ഫ്യൂ മില്ലിമീറ്റേഴ്സ് ഇൻ ഡയമീറ്റർ. അതിന്റെ ഡയമീറ്റർ മില്ലിമീറ്റർ റേഞ്ചിലായിരിക്കും. സോ പിന്നെ വാട്ടർ കൂൾഡ് സ്റ്റീൽ വെസൽ, വാട്ടർ കൂൾഡ് സ്റ്റീൽ വെസലിലാണ് ആരുള്ളത്? ഈ പറയുന്ന മില്ലിംഗ് ബോൾസ് അഥവാ സ്റ്റീൽ ബോൾസ് ഉള്ളത്. സോ ഹൈ സ്പീഡ് മോട്ടോർ ഡ്രൈവ് ഷാഫ്റ്റ്, ഇതൊരു ഷാഫ്റ്റ് ആണ്. സോ ഈ ഒരു ഷാഫ്റ്റ് വെച്ചിട്ട് എന്ത് ചെയ്യും? The material to be crushed is added in the form of powder ball. അതായത് ഈ പറയുന്ന ഷാഫ്റ്റ് എന്ന് വെച്ചാൽ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് ആണ്. ഒരു മോട്ടോർ വെച്ചിട്ട് ഡ്രൈവ് ചെയ്ത ഷാഫ്റ്റ് ആണ് ഇത്. മോട്ടോർ ഡ്രൈവിംഗ് ഷാഫ്റ്റ് ആണ് ഈ നടുക്കത്തെ ഈ സാധനം. സോ ഈ ഷാഫ്റ്റ് എന്ന് വെച്ചാല് ഇതിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? ഇതിന്റെ ഉള്ളിൽ മൊത്തം മെറ്റീരിയൽ ടു ബി ക്രഷ്ഡ്. നമുക്ക് ക്രഷ് ചെയ്യേണ്ട മെറ്റീരിയൽ. അപ്പൊ ഗ്രൈൻഡിങ് വിത്ത് അയോൺ ബോൾസ് ആണ്. അപ്പോൾ നമുക്ക് എന്തോ ഒരു സാധനം ക്രഷ് ചെയ്യണം. നമുക്കൊരു സാധനം ക്രഷ് ചെയ്തിട്ട് അതിനെ എന്താക്കണം? നാനോ സ്കെയിലിലേക്ക് ആക്കണം. അതാണ് നമ്മളെ എയിം. അപ്പൊ നമുക്ക് ആ ക്രഷ് ചെയ്യേണ്ട ആ സാധനത്തിന് ഇവിടെ പൗഡേർഡ് ഫോമിൽ കൊടുക്കുക.
പൗഡേർഡ് ഫോമിൽ ഇവിടെ എല്ലാം ഉണ്ട് എന്ന് വെച്ചോ. സോ അങ്ങനെ പൗഡേർഡ് ഫോമിൽ കൊടുത്തു കഴിഞ്ഞാൽ ഓഫ് എബൌട്ട് 50 മൈക്രോമീറ്റർ ഡയമീറ്റർ ഗ്രെയിൻ സൈസ്. ഈ പൗഡേർഡ് ഫോമിന്റെ ഡയമീറ്റർ എന്താ? ഇതിന്റെ ഡയമീറ്റർ എന്താ? കുറച്ച് ഫ്യൂ മില്ലിമീറ്റേഴ്സ്. എന്നാൽ ഈ പൗഡേർഡ് ഫോമിന്റെ ഡയമീറ്റർ എന്താ? 50 മൈക്രോമീറ്റർ. അതായത് നമ്മൾ വെച്ചാല് ഏതോ ഒരു മെറ്റീരിയൽ നമുക്ക് നാനോ സ്കെയിൽ ആക്കേണ്ട മെറ്റീരിയലിനെ നമ്മൾ കുറച്ച് പൗഡേർഡ് ഫോമിലാക്കിയിട്ട് കൊടുത്തിട്ട് അതിനെ പിന്നെയും ക്രഷ് ചെയ്യുക ചെയ്യുന്നത്. സോ അതിന് നമ്മൾ കൊടുക്കുന്ന ആ വെസലിനെയാണ് എന്താ വാട്ടർ കൂൾഡ് സ്റ്റീൽ വെസൽ എന്ന് പറയുന്നത്. നമ്മൾ ക്രഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ ഒരു മെഷീനാണ് എന്തെന്ന് മോട്ടോ ഡ്രൈവ് ഷാഫ്റ്റ് എന്ന് വെച്ചാല്. അതുപോലെ നമ്മൾ എന്തും യൂസ് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ മില്ലിംഗ് ബോൾസും യൂസ് ചെയ്യുന്നുണ്ട്. സോ മില്ലിംഗ് ബോൾസ് വെച്ചിട്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഈ ഒരു പൗഡറിനെ പിന്നെയും ക്രഷ് ചെയ്യുന്നത്. ഓക്കെ, സോ പൗഡറിന് ക്രഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഷാഫ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്, മില്ലിംഗ് ബോൾസും രണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ 50 മൈക്രോമീറ്റർ, അതായത് നമുക്ക് ക്രഷ് ചെയ്യേണ്ട മെറ്റീരിയലിനെ നമ്മൾ 50 മൈക്രോമീറ്റർ സൈസ് ആക്കിയിട്ട് ഈ ഒരു വെസലില് അപ്ലൈ ചെയ്യും. 50 മൈക്രോമീറ്റർ സൈസിൽ ആയിരിക്കും ആ മെറ്റീരിയൽ ഉണ്ടാവുക. സോ ആ മെറ്റീരിയലിനെ പിന്നെ വീണ്ടും ക്രഷ് ചെയ്തിട്ട് നാനോ സ്കെയിലിലേക്ക് ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഗ്രൈൻഡിങ് വിത്ത് അയോൺ ബോൾസ് ഓർ ബോൾ മില്ലിംഗ് പ്രോസസ് എന്ന് വെച്ചാൽ. സോ അതായത് നമ്മൾ ഈ ഒരു അയോൺ ബോൾ ബേസിക്കലി എന്താ സംഭവിക്കുക വെച്ചാല് ആഫ്റ്റർ ഫില്ലിംഗ് ദ കണ്ടെയ്നർ വിത്ത്, അപ്പൊ നമ്മൾ ഗ്യാസ് ഇൻലെറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. സോ ഇതിലൂടെ എന്ത് സംഭവിക്കും, നൈട്രോജൻ ആഫ്റ്റർ ഫില്ലിംഗ് ദ കണ്ടെയ്നർ വിത്ത് ലിക്വിഡ് നൈട്രോജൻ, ലിക്വിഡ് നൈട്രോജൻ ഗ്യാസ് നമ്മൾ കൊടുക്കും. ഓക്കെ, കണ്ടെയ്നറിൽ മൊത്തം ലിക്വിഡ് നൈട്രോജൻ ഗ്യാസ് അപ്ലൈ ചെയ്യും. അപ്പൊ എന്തായി, റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് എന്ത് ചെയ്യും, മെറ്റീരിയലിനെ ഗ്രൈൻഡ് ചെയ്യും. ഈ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് എന്ന് വെച്ചാൽ മെറ്റീരിയലിനെ നമ്മൾ കൊടുത്ത 50 മൈക്രോമീറ്റർ സ്കെയിലുള്ള മെറ്റീരിയലിനെ ഗ്രൈൻഡ് ചെയ്യും. സോ അങ്ങനെ ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് എന്താ, ദ മെറ്റീരിയൽ ദ സ്റ്റീൽ ബോൾസ് എക്സേർട്ട് ഫോഴ്സ് ഓൺ ദ മെറ്റീരിയൽ. അപ്പൊ എന്തിനാ ഈ സ്റ്റീൽ ബോൾസ് ഗ്രൈൻഡ് ചെയ്യാനല്ല, ആക്ച്വലി ഗ്രൈൻഡ് ചെയ്യുന്നത് ആക്ച്വലി ഷാഫ്റ്റ് ആണ്. സ്റ്റീൽ ബോൾസ് വെച്ചാൽ പ്രഷർ എക്സേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, the rotating shaft grinds the material while the steel balls exert force on the material. സ്റ്റീൽ ബോൾസ് എന്ത് ചെയ്യും, ഈ ഒരു മെറ്റീരിയലില് നമ്മൾ ക്രഷ് ചെയ്യേണ്ട മെറ്റീരിയലില് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും, അല്ലെ ഗ്രൈൻഡ് ചെയ്യുന്ന മെറ്റീരിയലില് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അങ്ങനെ സ്ട്രെയിൻ ഇൻക്രീസ്ഡ് ആകും. സോ സ്ട്രെയിൻ ഈസ് ഇൻക്രീസ്ഡ്. അപ്പം ആ ഫോഴ്സ് എക്സേർട്ട് ആകുന്ന സമയത്ത് സ്ട്രെയിൻ ഇൻക്രീസ്ഡ് ആകും, ഈ മെറ്റീരിയലിലുള്ള സ്ട്രെയിൻ ഇൻക്രീസ്ഡ് ആകും. അങ്ങനെ എന്ത് സംഭവിക്കും, ഡിസ്ലൊക്കേഷൻസ് പ്രൊഡ്യൂസ്ഡ് ആകും. ആൻഡ് ഫൈനലി ദ ഡിസ്ലൊക്കേഷൻസ് പ്രൊഡ്യൂസ് ന്യൂ ഗ്രെയിൻ ബൗണ്ടറീസ് വിച്ച് ആർ സ്മോളർ ദാൻ ദി ഇനീഷ്യൽ വൺസ്. അതായത് ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്റ്റീൽ വെസൽ എടുത്തു. സ്റ്റീൽ വെസൽ എന്ന് വെച്ചാൽ വാട്ടർ കൂൾഡ് സ്റ്റീൽ വെസൽ ആണ്. അതിൽ ഗ്യാസ് ഇൻലെറ്റ് വഴി ലിക്വിഡ് നൈട്രോജൻ ഗ്യാസിനെ പമ്പ് ചെയ്തു. അതുപോലെ ഗ്യാസ് ഔട്ട്ലെറ്റും ഉണ്ട്. ബിക്കോസ് നമുക്ക് മൊമെന്ററി, ഞാൻ പറഞ്ഞതാണ്, മൊമെന്ററി ആയിട്ടുള്ള ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. സോ ഗ്യാസ് ഔട്ട്ലെറ്റും ഉണ്ട്. സോ ഇവിടാന്ന് വെച്ചാല് ഈ ഷാഫ്റ്റ് മീൻസ് മോട്ടോർ ഡ്രൈവ് ഷാഫ്റ്റ് എന്ന് വെച്ചാൽ എന്ത് സംഭവിക്കും, നമുക്ക് നാനോ സ്കെയിലാക്കേണ്ട മെറ്റീരിയലിനെ നമ്മൾ 50 മൈക്രോമീറ്റർ സൈസിലാക്കിയിട്ട് നമ്മൾ എന്ത് കൊടുക്കും, ഈ ഒരു വെസലിലേക്ക് ഡിപ്പോസിറ്റഡ് ആക്കും. എന്നിട്ട് അപ്പൊ ഈ ഷാഫ്റ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഈ ഒരു മെറ്റീരിയലിനെ ഗ്രൈൻഡ് ചെയ്യും. ആ സമയത്ത് ഈ ബോൾസ്, സ്റ്റീൽ ബോൾസ് അല്ലെ മില്ലിംഗ് ബോൾസ് എന്ത് ചെയ്യും, ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. സോ ദേ എക്സേർട്ട് ഫോഴ്സ് ഓൺ ദി പാർട്ടിക്കിൾസ് ടു ബി ഗ്രൈൻഡ്. അതായത് ഗ്രൗണ്ട് ചെയ്യേണ്ട മെറ്റീരിയൽസിന്റെ ആ പാർട്ടിക്കിൾസിന്റെ മുകളിൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ആ സമയത്ത് അതിന്റെ സ്ട്രെയിൻ, ഈ പാർട്ടിക്കിൾസിന്റെ
സ്ട്രെയിൻ ഇൻക്രീസ്. അപ്പൊ ഷാഫ്റ്റും അപ്ലൈ ചെയ്യുന്നുണ്ട് ഫോഴ്സ്, ഈ മെറ്റീരിയൽ ഈ ബോൾ മില്ലിംഗ് ബോൾസും അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ടോട്ടലി എന്തായി, ഈ പറയുന്ന 50 മൈക്രോമീറ്റർ സൈസിലുള്ള പാർട്ടിക്കിൾസിന്റെ സ്ട്രെയിന് ഇൻക്രീസ്ഡ് ആയി. സ്ട്രെയിൻ ഇൻക്രീസ് ആവും മീൻസ് എന്താ, അതിലുള്ള പാർട്ടിക്കിൾസിന് ഡിസ്ലൊക്കേഷൻ സംഭവിക്കാൻ സ്റ്റാർട്ടായി. മീൻസ് ഈ ഒരു പാർട്ടിക്കിൾസിൽ ഡിസ്ലൊക്കേഷൻസ് വരും. Dislocations are produced and finally dislocations produce new grain boundaries. അപ്പം ഈ ഡിസ്ലൊക്കേഷൻസ് കാരണം എന്തായി, ന്യൂ ഗ്രെയിൻ ബൗണ്ടറീസ് ഡിഫൈൻഡ് ആയി. ന്യൂ ഗ്രെയിൻ ബൗണ്ടറീസ് ബിക്കോസ് എന്താ, ആദ്യം നമുക്ക് ഇപ്പൊ ഇതാണ് 50 മൈക്രോമീറ്റർ സൈസ് എന്ന് വെച്ചോ, ഇതാണ് 50 മൈക്രോമീറ്റർ സൈസിലുള്ള നാനോ പാർട്ടിക്കിൾ അല്ല, പാർട്ടിക്കിൾ നമ്മളിവിടെ കൊടുക്കുന്നത്. സോ അതിനെയാണ് നമുക്ക് നാനോ സ്കെയിലിലേക്ക് ആക്കിയിട്ട് മാറ്റേണ്ടത്. സോ ഇതിനാ നമ്മൾ ഈ ഷാഫ്റ്റ് വെച്ചിട്ട് ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്തും പിന്നെ ഈ ബോൾസ് വെച്ചിട്ട് പ്രഷർ എക്സേർട്ട് ചെയ്യുന്ന സമയത്തും അതിൽ നിന്ന് ഓരോ ആറ്റംസ് ആയിട്ട് ഡിസ്ലൊക്കേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ ഡിസ്ലൊക്കേറ്റഡ് ആവുന്ന സമയത്ത് പിന്നെ ന്യൂ ഗ്രെയിൻ ബൗണ്ടറീസ് ഡിഫൈൻഡ് ആയി. ഇത് ഇപ്പൊ ഒരു ആറ്റം ഡിസ്ലൊക്കേറ്റഡ് ആയാലും ഇവിടെ എന്തായി, അതിന്റെ ബൗണ്ടറി മാറിയില്ലേ. അതുപോലെ വേറൊരു ആറ്റം ഡിസ്ലൊക്കേറ്റഡ് ആയാലും അതിന്റെ ബൗണ്ടറി മാറി. ഇങ്ങനെ ആറ്റം ഡിസ്ലൊക്കേറ്റഡ് ആവുമ്പോൾ ന്യൂ ഗ്രെയിൻ ബൗണ്ടറീസ് ഡിഫൈൻ ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ന്യൂ ഗ്രെയിൻ ബൗണ്ടറീസ് ഡിഫൈൻ ആവുമ്പോൾ നമുക്ക് നാനോ സ്കെയിൽ പാർട്ടിക്കിൾസിനെ ഫോം ചെയ്യാൻ പറ്റി. അതാണ് പറയുന്നത്. സോ ഒന്നും കൂടി വായിക്കാം. മെക്കാനിക്കൽ ക്രഷിംഗ് പ്രോസസ് ആണ്, അതായത് നമ്മൾ മെക്കാനിക്കൽ ആയിട്ടാണ് ക്രഷ് ചെയ്യുന്ന പ്രോസസ്സാണ് ഗ്രൈൻഡിങ് വിത്ത് അയോൺ ബോൾസ് എന്ന് വെച്ചാല്. സോ the machine consists of special steel balls few millimeters in diameter in a water cooled steel vessel and a high speed motor driving shaft. The material to be crushed is added in the form of a powder of about 50 micrometer diameter grain size. After filling the container with liquid nitrogen gas, the rotating shaft grinds the material. The steel balls exert a force on the material. Strain is increased where dislocations are produced. And finally, the dislocations produce what? New grain boundaries which are smaller than the initial ones. അങ്ങനെ പഴയ ഗ്രെയിൻ ബൗണ്ടറീസിനേക്കാളും ചെറിയ പഴയ ഗ്രെയിൻ ബൗണ്ടറീസിനേക്കാളും സ്മോളർ ആയിട്ടുള്ള ഗ്രെയിൻ ബൗണ്ടറീസ് ക്രിയേറ്റഡ് ആകും. അങ്ങനെ നാനോ സ്കെയിലുള്ള മെറ്റീരിയൽസ് ഫോം ചെയ്യും. Which are smaller than the initial ones. Thus an increasingly small grain size is achieved. അപ്പൊ അങ്ങനെ അതിനേക്കാളും ചെറിയൊരു ഗ്രെയിൻ സൈസ് കിട്ടി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെയും ചെറിയ ഗ്രെയിൻ സൈസ് കിട്ടും. അങ്ങനെ അയോൺ ബോൾസ് വെച്ചിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് ഈ നാനോ സൈസ് സ്കെയിലുള്ള മെറ്റീരിയൽ ഫോം ചെയ്യും. ദ ഗ്രൈൻഡിങ് പീരീഡ് നമ്മൾ എത്രത്തോളം അത് ചെയ്യണം എന്ന് വെച്ചാല്, ഗ്രൈൻഡിങ് പീരീഡ് എന്ന് വെച്ചാല് ഈ പ്രോസസ്സ് എത്ര ടോട്ടൽ ടൈമിൽ ചെയ്യണം എന്ന് വെച്ചാല് റേഞ്ച് ഓഫ് മിനിറ്റ്സ് ടു സം 100 hours, ഫ്യൂ മിനിറ്റ്സ് ടു സം 100 hours. നമുക്ക് പറയാൻ പറ്റില്ല, ചില സമയങ്ങളിൽ ഒരു റേഞ്ചിനുള്ളിലാണ്, വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് ടു സം 100 hours. ചില സമയത്ത് കുറച്ച് മിനിറ്റ്സ് മതി, അല്ലെങ്കിൽ ചില സമയത്ത് അത് കുറച്ച് അവേഴ്സ് വേണ്ടി വരും. ഓക്കെ, ഇത്രയാണ് പറയുന്നത്. ഓക്കെ, സോ ഒന്നും കൂടി പറയാം. നാനോ പാർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ എന്താ? നാനോ പാർട്ടിക്കിൾസ് എന്ന് വെച്ചാല് ആക്ച്വലി അതെന്ന് വെച്ചാൽ നമ്മളെ ക്വാണ്ടം ഡോട്ട്സ് തന്നെയാണ് നാനോ പാർട്ടിക്കിൾസ്. നാനോ പാർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ ക്വാണ്ടം ഡോട്ട്സ് തന്നെയാണ്. ബിക്കോസ് അതിലെന്താണ്, ഒരു ഒരു ബോൾ ലൈക്ക് മോളിക്യൂളാണ്. ആ ബോൾ ലൈക്ക് മോളിക്യൂളിൽ ഒരു ഫ്യൂ ആറ്റംസ് ഉണ്ടാകും. സോ ഈ നാനോ പാർട്ടിക്കിൾസിന്റെ ഫോർമേഷനിൽ ഒരു മിസ്റ്റേക്ക് എന്താ? അതായത് നമുക്ക് യൂണിഫോം ആയിട്ടുള്ള ലെയേഴ്സ് കിട്ടുന്നില്ല. യൂണിഫോം ആയിട്ടുള്ള ലെയേഴ്സ് നമുക്ക് കിട്ടുന്നില്ല നാനോ പാർട്ടിക്കിൾസിന്റെ ഫോർമേഷനിൽ. ബിക്കോസ് എന്താ, ഓരോ ഇതില് ആറ്റം വൈസ് ആണ് ഇതില് അറേഞ്ച്മെന്റ് നടക്കുന്നത്, ആറ്റം വൈസ്. സോ ആറ്റം വൈസ് നടക്കുന്ന സമയത്ത് എന്താ, ഓരോ ഗ്രെയിൻ സൈസും ഗ്രെയിൻ ബൗണ്ടറിയും ഡിഫറെന്റ് ആയിരിക്കും.
സോ ഗ്രെയിൻ ബൗണ്ടറീസ് ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തില്ല, യൂണിഫോം ആയിട്ടുള്ള ലെയേഴ്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതാണ് ഒരു ഡീമെറിറ്റ് എന്ന് വെച്ചാൽ. സോ ഇനിയെന്ന് വെച്ചാൽ ഈ ഇത്തരം നാനോ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ക്വാണ്ടം ഡോട്ട്സ് പോലത്തെ നാനോ പാർട്ടിക്കിൾസിന്റെ ഫാബ്രിക്കേഷൻ അല്ലെങ്കിൽ അതിന്റെ സിന്തസിസ് ആണ് പറയുന്നത്. സോ അതിൽ ഫസ്റ്റ് പ്രോസസ് ആണ് ഗ്രൈൻഡിങ് വിത്ത് അയേൺ ബോൾസ്. ആ ഗ്രൈൻഡിങ് വിത്ത് അയേൺ ബോൾസിനെ ബോൾ മില്ലിംഗ് എന്നും പറയും. കാരണം മില്ലിംഗ് ബോൾസ്, ഇവിടെയുള്ള ബോൾസിനെ മില്ലിംഗ് ബോൾസ് എന്നാ വിളിക്കുക. സോ ബോൾ മില്ലിംഗ് എന്നും ഇതിനെ പറയും. സോ ഈ പ്രോസസ് എന്ന് വെച്ചാൽ ആക്ച്വലി എന്താ, നമുക്ക് നാനോ സ്കെയിലാക്കേണ്ട മെറ്റീരിയലില്ല നമ്മൾ 50 മൈക്രോമീറ്റർ പൗഡേർഡ് റേഞ്ചിൽ 50 മൈക്രോമീറ്റർ സൈസിലുള്ള പൗഡർ ആയിട്ട് ഇവിടെ അപ്ലൈ ചെയ്യും. എവിടെ അപ്ലൈ ചെയ്യുന്നേ? സ്റ്റീൽ വെസലില്, വാട്ടർ കൂൾഡ് സ്റ്റീൽ വെസലില്. സോ അതിൽ എന്തുണ്ട്? ഒരു ഷാഫ്റ്റ് ഉണ്ട്. ആ ഷാഫ്റ്റ് എന്ത് ചെയ്യും? ഈ ഒരു പൗഡേർഡ് ഈ 50 മൈക്രോമീറ്റർ സൈസിലുള്ള പൗഡറിനെ ഗ്രൈൻഡ് ചെയ്യും. ആ സമയത്ത് മില്ലിംഗ് ബോൾസ് എന്ത് ചെയ്യും? അതിൽ തന്നെ മില്ലിംഗ് ബോൾസും ഉണ്ടാവും. സോ ഈ മില്ലിംഗ് ബോൾസ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. എവിടാ? ഈ പൗഡറിന്റെ മുകളിൽ തന്നെ. സോ അറ്റ് ദ സെയിം ടൈം ഗ്രൈൻഡും ചെയ്യുന്നു, അറ്റ് ദ സെയിം ടൈം ഈ മില്ലിംഗ് ബോൾസ് ഫോഴ്സും എക്സേർട്ട് ചെയ്യുന്നു. ആ സമയത്ത് ഈ പറയുന്ന 50 മൈക്രോമീറ്റർ സൈസിലുള്ള പൗഡറിന്റെ സ്ട്രെയിൻ ഇൻക്രീസ്ഡ് ആവുന്നു. സോ സ്ട്രെയിൻ ഇൻക്രീസ്ഡ് ആവാട് എന്ത് സംഭവിച്ചു? ആറ്റംസ് ഡിസ്ലൊക്കേറ്റഡ് ആയി. സോ ആറ്റംസ് ഡിസ്ലൊക്കേറ്റഡ് ആയ സമയത്ത് എന്ത് സംഭവിച്ചു? പുതിയ ഗ്രെയിൻ ബൗണ്ടറീസ് ഫോംഡ് ആയി. ഇപ്പൊ ഇവിടെ നിന്ന് ഒരു ആറ്റം പോയാൽ അവിടെ ന്യൂ ഗ്രെയിൻ ബൗണ്ടറി ഡിഫൈൻഡ് ആയി. സോ അങ്ങനെ കുറച്ചും കൂടി ചെറിയ ഗ്രെയിൻ ബൗണ്ടറി അവിടെ ഡിഫൈൻഡ് ആയി. സോ എന്താ, നാനോ സ്കെയിൽ, അങ്ങനെ നമ്മൾ മൈക്രോമീറ്റർ റേഞ്ചിലുള്ള ഒരു സംഭവത്തെ നാനോ സ്കെയിലിലേക്ക് ആക്കിയിട്ട് മാറ്റി. അങ്ങനെ ചെറിയ ചെറിയ നാനോമീറ്റർ, ചെറിയ ചെറിയ ഡിസ്ലൊക്കേഷൻസ് വഴി നമുക്ക് പിന്നെയും സൈസ് കുറച്ചിട്ട് നാനോ സ്കെയിലിലേക്ക് ആക്കാൻ പറ്റും. ഇതാണ് ഗ്രൈൻഡിങ് വിത്ത് അയേൺ ബോൾസ്. അപ്പം ഗ്രൈൻഡിങ് പീരീഡ് എന്ന് വെച്ചാൽ ഫ്യൂ മിനിറ്റ്സ് ടു 100 hours. Any attendance or no? Number 1. Number 1. Present, miss. 2. Present, miss. 3. Present, miss. 4. Present, miss. 5. Present, miss. 6. Jyotish absent alla. 7. Present, miss. 8. Present, miss. 9. 9. Present, miss. Present. 10. 10. 11. 11. 12. 12. 13. 14. 15. Present, miss. So absentees എന്ന് വെച്ചാല് റോൾ നമ്പർ 6 ജ്യോതിഷ്, പിന്നെ റോൾ നമ്പർ 9 അല്ല റോൾ നമ്പർ 10 നീരജ്. നീരജ് ഉണ്ട്. ഓക്കെ. രംഗീത് ഉണ്ടോ? ഇല്ല. ഓക്കെ. വൈഷ്ണി ഉണ്ടോ? ഇല്ല. വൈഷ്ണവ് VM ഉണ്ടോ? ഇല്ല അല്ലേ. ഓക്കെ. സോ ആബ്സെന്റ് ഈസ് ജ്യോതിഷ്, രംഗീത്. വൈഷ്ണവ് ഉണ്ട്. വൈഷ്ണവ് ഉണ്ടോ? ഓക്കെ. ജ്യോതിഷ്, രംഗീത്, വൈഷ്ണവ്, ഇത്രയും പേരല്ലേ? ജ്യോതിഷ്, രംഗീത്, വൈഷ്ണവ്. ഓക്കെ ഓക്കെ. ജ്യോതിഷ്, രംഗീത്, വൈഷ്ണവ്, ഇത്രയും പേരല്ലേ ആബ്സെന്റ് ഉള്ളൂ?
അഞ്ജലി വൈഷ്ണവ്. ഓക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നെക്സ്റ്റ് നിങ്ങൾക്ക് 10 മിനിറ്റ് ബ്രേക്ക് ആണ്. ഓക്കെ.